നമസ്കാരം. വാർദ്ധക്യം ഒരു ശാപമാണെന്ന് വൃദ്ധരായവരും മറ്റുള്ളവരും കരുതുന്ന ഒരു കാലത്ത് വാർദ്ധക്യം ജീവിതത്തിലെ സുന്ദര കാലഘട്ടമാണെന്നും അത് ആഘോഷമാക്കേണ്ടതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഹൃദയ സ്പർശിയായ നോവലാണ് KP സുധീരയുടെ നഷ്ടസ്മൃതിയുടെ കാലം. മനോഹരമായ ഈ നോവലാണ് ഇന്നത്തെ വാക്കും വരികളിലും. ഏവർക്കും വാക്കും വരികളുടെയും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. KP സുധീര എഴുത്തുകാരനായിരുന്ന KC പത്മനാഭന്റെയും ശാരദയുടെയും മകളായി കോഴിക്കോട്ട് ജനനം. കോഴിക്കോട് BM ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പ്രൊവിഡൻസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. കേരള ഗ്രാമീൺ ബാങ്കിൽ ഉദ്യോഗസ്ഥയായിരുന്നു. നോവൽ, കഥ, കവിത, യാത്രാവിവരണം, ജീവചരിത്രം, സ്മരണ, പരിഭാഷ, ബാലസാഹിത്യം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി 90ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗംഗ എന്ന നോവൽ ഹിന്ദിയിലേക്കും ചോലമരങ്ങളില്ലാത്ത വഴി തമിഴിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വർത്തമാനകാലത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഭൂതകാല സ്മൃതികളിൽ മാത്രം ജീവിക്കുന്ന ഏച്ചുവമ്മൂമ്മ എന്ന കഥാപാത്രവും വാർദ്ധക്യത്തിലെ ആ സ്മൃതിനാശത്തെ സന്തോഷഭരിതവും ആഘോഷവുമാക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന കൃതിയാണ് നഷ്ടസ്മൃതിയുടെ കാലം. ഇത് യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് പകർത്തിയ ഒരു നോവലാണെന്ന് KP സുധീര പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട നോവൽ ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കഥ ഏതാന്ന് ചോദിച്ചാൽ, എൻ്റെ എല്ലാ കഥകളും എല്ലാ നോവലും എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ അതിൽ ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് നഷ്ടസ്മൃതികളുടെ കാലം എന്ന് പറഞ്ഞിട്ട് HNC ബുക്സ് തൃശ്ശൂർ ഇറക്കിയൊരു ബുക്കുണ്ട്. അതാണ് ഈ നഷ്ടസ്മൃതിയുടെ കാലം. ഈ പുസ്തകം ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എഴുത്തുകാരൊക്കെ എങ്ങനെയാണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ്, തേർഡ് ഹാൻഡ് എക്സ്പീരിയൻസ്, അങ്ങനെയാണ് നമുക്ക് ഓരോ ത്രെഡ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു കഥ നമ്മുടെ മനസ്സിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കുറേ കാലം കിടന്ന് പിന്നെ അങ്ങനെയാണ് അത് പുതിയ ഒരു നോവലൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഞാൻ നോവൽ എഴുതാൻ കാരണം, ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് മെൽബണിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ലക്ഷ്മി വിനു നായർ എന്ന് പറഞ്ഞിട്ട്. അവളൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ ആ വിനുവിൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടിൽ താമസിച്ച സമയത്ത് അന്ന് രാത്രി ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് രാത്രി ഇങ്ങനെ ലക്ഷ്മി അമ്മൂമ്മേൻ്റെ കഥ പറയുമായിരുന്നു, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കഥ. അപ്പോൾ അവർ കുറച്ച് ലക്ഷ്മി പറയും, അതിൻ്റെ ബാക്കി വിനു പറയും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ കുറേ സംഗതി നോട്ട് ചെയ്തു. ഞാൻ ഒന്ന് നോട്ട് ചെയ്യട്ടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ അമ്മൂമ്മയ്ക്ക് അൽഷിമേഴ്സ് ആയിരുന്നു. ഈ അൽഷിമേഴ്സിനെ എങ്ങനെയാണ് ഈ കുടുംബം ആഘോഷമാക്കിയത് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതെന്നെ വളരെയധികം സ്വാധീനിച്ചു, എൻ്റെ മനസ്സിനെ വല്ലാണ്ട് സ്പർശിച്ചു. അപ്പോൾ എഴുത്തുകാരുടെ കടമ എന്താണ്? സമൂഹത്തിനെ നിരീക്ഷിക്കുകയും അതേപോലെ അതിനെ പ്രചോദിപ്പിക്കുകയും പിന്നെ അതിനെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സമൂഹത്തിൽ വാർദ്ധക്യത്തിനെ കുറിച്ച് അധികം ആരും എഴുതാറില്ല. വാർദ്ധക്യത്തിൻ്റെ ഒരു വലിയ പരാധീനതയാണ് ഈ ഓർമ്മക്കുറവ്. അപ്പോൾ സ്മൃതിനാശം വന്ന ഒരമ്മയുടെ കഥയാണ്. ഏച്ചുവമ്മൂമ്മയെ കേന്ദ്രമാക്കിയാണ് നോവലെങ്കിലും 3 തലമുറകൾ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. ജീവിത സായന്തനത്തിലെ അമ്മൂമ്മയുടെ ഓർമ്മക്കുറവിനെ ആഹ്ലാദകരവും രസകരവുമായ മുഹൂർത്തങ്ങളാക്കി മാറ്റാൻ കുടുംബാംഗങ്ങൾക്കെല്ലാം കഴിയുന്നു എന്നിടത്താണ് ഈ നോവൽ നൽകുന്ന സന്ദേശം പ്രസക്തമാകുന്നത്. പിന്നെ നഷ്ടസ്മൃതിയുടെ കാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ, ചെറിയ നോവലാണ്, പക്ഷെ അത് 3 തലമുറയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഈ അമ്മൂമ്മ, പിന്നെ അമ്മൂമ്മയുടെ മകനാണ്. ആ മകൻ ഒരു കൃഷിക്കാരനാണ്, ജൈവ കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവർ മുൻപ് ജപ്പാനിലായിരുന്നു. അപ്പോൾ ഈ ഫുക്കോവോക്കയുടെ രീതിയിൽ അന്ന് പിന്നെ ജൈവ കൃഷിയൊക്കെ നടത്തിയിരുന്നു. ആ ജൈവ കൃഷി നാട്ടിൽ വന്ന് തുടർന്നുകൊണ്ട് പോരുന്ന ഒരു മനുഷ്യനാണ്
ഈ കുട്ടിയുടെ പാർവതി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അച്ഛൻ. അപ്പോൾ പാർവതിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. പാർവതി ഈ അമ്മൂമ്മയെ നോക്കിയിട്ട് അമ്മൂമ്മയുടെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ മഹാറാണിയാണ്. അതെന്നും അവർക്ക് സ്മൃതിനാശം വന്നിട്ട് പോലും ആ വീട്ടിലെ മഹാറാണിയാണ്. സാധാരണ ഞാൻ ഓർത്ത് നോക്കി, നമ്മളിപ്പം ഒരാൾ ഓർമ്മക്കുറവ് വന്നു അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ സകലവും മറന്ന് അപ്പോൾ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി എങ്ങനെയോ അവർ പിന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവരങ്ങനെയല്ല, അവരാണ് കേന്ദ്ര കഥാപാത്രം ഇവരുടെ വീട്ടിൽ, ലക്ഷ്മിയുടെ വീട്ടിലും. അപ്പോൾ അതിലൂടെ നർമ്മരസങ്ങളും അതൊക്കെ അവർ അനുഭവിക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകി വന്നിട്ട് പിന്നെ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ, ലക്ഷ്മിയും അമ്മയും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അമ്മൂമ്മ പറയും, ഇതെന്തൊരു കഥയാണ്, ഈ നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്നതാണോ, പ്രായമായവർക്ക് കൊടുക്കാതെ നിങ്ങളൊക്കെ ഇരുന്ന് തിന്നല്ലേ, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുകയല്ലേ എന്ന് ചോദിക്കത്ര. അപ്പോൾ അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇവരതിനെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും ഈ അമ്മൂമ്മ ഈ വീട്ടിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു. വളരെ തൻ്റെയിടവും പ്രാപ്തിയുള്ള ഒരു അമ്മയായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പിന്നെ എന്താ പറയുക, അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു വലിയ തറവാടിയായിട്ടുള്ള ആ തറവാട്ടമ്മ പെട്ടെന്ന് ഒരു ഓർമ്മക്കുറവിലേക്ക് കാല് വഴുതി വീഴാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ വീട്ടിലുണ്ടാവുന്ന തകർച്ചകളെ അവരതിനെയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥയാണിത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ 3 തലമുറയുടെ കഥ പറയുമ്പോൾ ഈ അമ്മൂമ്മയിലൂടെ ഒരു ന്യൂ ജനറേഷൻ്റെ കഥയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രായമായ ഒരു അമ്മൂമ്മയുടെ കഥ മാത്രമല്ല, സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതങ്ങനെയുള്ളൊരു ചെറിയ നോവലാണ്. കുടുംബജീവിതത്തിൽ ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. ആ പ്രതിസന്ധികളെ എങ്ങനെയെല്ലാം അതിജീവിക്കുന്നുവെന്നും ഇതിൽ പറയുന്നു. ജീവിതത്തിലെ നൈരാശ്യത്തിനിടയിലും പ്രത്യാശയുടെ വെട്ടം കെടാതെ സൂക്ഷിക്കണമെന്ന ഈ കൃതി ആഹ്വാനം ചെയ്യുന്നു. ഈ നോവൽ ആരൊക്കെ വായിച്ചോ അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. അതാണ് ഒരു എഴുത്തുകാരിക്ക് ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യം. നമ്മളേതോ ഒരു മൂലയിൽ ഇരുന്ന് എഴുതുന്ന കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വായിക്കുകയും നമ്മോട് അതിനെപ്പറ്റി അഭിപ്രായം പറയുകയും അതിനോട് സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചാരിതാർത്ഥ്യമാണ് ശരിക്കും എഴുത്തുകാർക്ക്. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഈ നോവലിന് എന്നും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ എഡിഷനാണ്. ചെറിയ നോവലാണ്, വായിക്കാനും എളുപ്പമാണ്, ഒറ്റ ഇരുപ്പിലിരുന്ന് വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ ഈ നോവലിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ എത്രയോ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരും ഒക്കെ ആയിട്ടുള്ള യുവതലമുറ എങ്ങനെയാണ് അവർ വിവാഹത്തിലൂടെ അവരുടെ ജീവിതം എങ്ങനെയൊക്കെ അതിൽ ജീവിതത്തിലേക്ക് പിന്നെ ചെറുപ്പക്കാരല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെങ്ങനെയൊക്കെ തീ കോരി ഇടുന്നു, അവളെല്ലാണ്ടാക്കി മാറ്റുന്നു എന്നുള്ളതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോവൽ എഴുതുമ്പോൾ അമ്മൂമ്മയെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ അമ്മൂമ്മയുടെ അൽഷിമേഴ്സിനെ ഇവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത് മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം ഈ കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ ഏത് നോവൽ എഴുതുമ്പോഴും കുറച്ച് ത്രെഡ് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. നോവൽ എന്നെ കൊണ്ടുപോവുക ചെയ്യുക, ഞാൻ നോവലിനെല്ലാം കൊണ്ടുപോവുക. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഞാനത് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കഥ ഒരു യുവതലമുറ മൊബൈലിലും ഒക്കെ കളിക്കുന്ന, അതേപോലെ ഈ മൊബൈലും വാട്സപ്പും ഒക്കെ ആയിട്ട് പ്രതിശ്രുത വരനുമായിട്ടുള്ള സംഭാഷണങ്ങൾ, പിന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ നമ്മളൊന്നും സ്വപ്നം കാണാത്ത കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ നടക്കുന്നത്, അവൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അങ്ങനെ വ്യക്തിപ്രേമം നശിച്ചിടത്ത് അവളൊരു വിശ്വപ്രേമത്തിലേക്ക് പറന്നുയരുന്നതായിട്ടാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം നിരാശയുണ്ടായാലും പ്രത്യാശയുടെ ഒരു തിരിനാളം കൊളുത്തി വെക്കണം എന്നാണ് ഈ ശരിക്കും ഈ ഒരു നോവലിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. എഴുത്തുകാരുടെ കടമ അതാണല്ലോ, നമുക്ക് മാർഗദർശി ആവാനും കൂടെ കഴിയണം എഴുത്തുകാർക്ക്. അപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ആ പെൺകുട്ടി വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു, അവളുടെ മാതാപിതാക്കൾ എങ്ങനെ അവളെ സഹായിച്ചു എന്നുള്ളൊരു കഥയും കൂടെ അതിൽ പറയുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്വനുഭവത്തിന്റെ വെളിച്ചത്തിൽ പച്ചയായി ആവിഷ്കരിക്കുന്ന നോവലാണ് നഷ്ടസ്മൃതിയുടെ കാലം. നമ്മുടെ കൗമാര യൗവന കാലങ്ങളിൽ ഒരിക്കലും ഓർക്കാതെ പോകുന്ന യാഥാർത്ഥ്യമാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യവും അതിന്റെ പരാധീനതകളും നോവലിസ്റ്റ് വരച്ചിടുന്നു.
വാർദ്ധക്യകാലത്ത് മറ്റുള്ളവരുടെ പിന്തുണ അവർക്ക് ആവശ്യമാണെന്ന സന്ദേശം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ KP സുധീര ഈ നോവലിൽ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം മറന്നുപോയ അമ്മൂമ്മ. അൽഷിമസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം, അവർ സ്ഥിതകാലത്തെ മറന്നു പോയിട്ട് ഭൂതകാലത്തിലാണ് അവർ ജീവിക്കുക. ഭൂതകാലത്തിലുള്ള സകല കാര്യവും മിക്ക സംഭവങ്ങളും ഓർമ്മ ഉണ്ടാവും, പക്ഷേ അവർ മറന്നു പോകുന്നത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അമ്മൂമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വെളിപാടുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് അവർ പറയും, ഇതാണ് സംഗതി എന്ന് അവർ പറയുന്നത് സത്യമായിരിക്കും. പക്ഷെ അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരും. അപ്പോൾ അവർ ചോദിക്കും, ഒരു വിരുന്നിന് വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ബാലകൃഷ്ണനും രാധാകൃഷ്ണൻ 2 ബ്രദേഴ്സാണ്. അപ്പോൾ അവരുടെ അതാ നീ രാധാകൃഷ്ണൻ്റെ ഭാര്യയല്ലേ ചോദിക്കുക. ഞാൻ രാധാകൃഷ്ണൻ്റെ ഭാര്യയാണ്. അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. വെറുതെ അല്ല, കുട്ടിക്ക് ബാലകൃഷ്ണൻ്റെ ചായ പറയും. അപ്പോൾ ഏട്ടൻ്റെ ചായയാണ് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും മുന്നിൽ ഈ സ്ത്രീ അപമാനിതയായിപ്പോൾ വിരുന്നിന് വന്ന എല്ലാവരുടെയും മുന്നിൽ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അമ്മൂമ്മയിലൂടെ ഈ കഥ പറയുന്നതാണ്. അപ്പോൾ ജീവിതത്തിലെ കുറേ യാഥാർത്ഥ്യങ്ങൾ ഈ നോവൽ തുറന്ന് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു വാർദ്ധക്യം, നമ്മൾ യൗവനം കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലെത്തും. വാർദ്ധക്യത്തിൻ്റെ പരാധീനതകൾ എന്ത് എന്ന് കുടുംബക്കാരറിയണം. അവരതിനെ അവരതിനെ സപ്പോർട്ട് ചെയ്യണം. അവർക്കൊരു എന്താ പറയുക, അവരെ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനാണ് പുതുതലമുറ ശ്രമിക്കേണ്ടത് എന്നൊക്കെയുള്ള കുറേ സന്ദേശങ്ങൾ ഞാൻ അറിയാതെ ഇതിൽ വന്നു പോയിട്ടുണ്ട്. ജപ്പാൻ പശ്ചാത്തലമായി വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സംസ്കാരവും ജീവിത രീതിയുമെല്ലാം പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് നഷ്ടസ്മൃതിയുടെ കാലം. അവിടുത്തെ കൃഷിരീതികളും ജൈവ കൃഷിയുടെ പ്രാധാന്യവുമെല്ലാം ഈ കൃതിയിൽ വിവരിക്കുന്നത് ഒരു പുതിയ വായനാനുഭവം സമ്മാനിക്കുന്നു. പിന്നെ ഈ നോവലിൽ ഞാൻ വേറൊരു കാര്യം കൊണ്ടുവന്നത് ജപ്പാനിലെ ജീവിത രീതി. കാരണം ഇവർ ജപ്പാനിലായിരുന്നല്ലോ, ഈ പാർവതിയുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനൊക്കെ, ഈ അമ്മൂമ്മയും അമ്മൂമ്മയുടെ ഭർത്താവൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ ഈ ഫുക്കവോക്കയുടെ 1 സ്ട്രോ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിപ്ലവം നടന്നിട്ടുണ്ട് ജൈവ കൃഷിയുടെ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ പഠിച്ചിട്ട് അതിനെപ്പറ്റി എഴുതി. പിന്നെ അവരുടെ ജപ്പാൻകാരുടെ ജീവിത രീതി, ജപ്പാൻകാരുടെ ഭക്ഷണം, ഇത് അവരെങ്ങനെയാണ് അവർ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, വേസ്റ്റാക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ അച്ഛനിലൂടെ ഈ പെൺകുട്ടിക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തലമുറയെ ജപ്പാനിലെ ജീവിതം, അവിടുത്തെ ജീവിത രീതി, ഈ മുത്തശ്ശൻ അവിടെ വലിയൊരാളായിരുന്നു, വലിയൊരു സ്ഥാനത്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശൻ ഇതിൽ ആകൃഷ്ടനാവുകയാണ് ഈ ജൈവ കൃഷിയിലൂടെ. അപ്പോൾ ഈ നോവലിൻ്റെ തുടക്കം തന്നെ പിന്നെ ആ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ആണ് ഇവർ ജീവിക്കുന്നത്. അപ്പം നഗരത്തിൽ പഠിച്ചതാണ് പാർവതി. അപ്പോൾ പാർവതീൻ്റെ കല്യാണം ഉണ്ട് എന്ന് അവർ പെട്ടെന്ന് വിളിച്ച് വരുത്തുന്നതാണ്. അപ്പോൾ അവരുടെ കൃഷിയിടങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ അമ്മൂമ്മ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇവരുടെ ഈ പറമ്പിലൂടെ, അവരുടെ ഈ കൃഷിയിടങ്ങളിലൂടെ നടന്നിട്ട് ഇങ്ങനെ പറയാണ്, നിനക്ക് എന്താ അറിയാം, ജൈവ കൃഷിനെ പറ്റി അറിയോ, ആദ്യം പയർ നടണം, അതിൽ നിന്ന് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റണം എന്നൊക്കെ ഈ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ അവർക്ക് ഓർമ്മ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വായനക്കാരിൽ എത്തിക്കാനും ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാനിതിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ അധ്യയന വർഷം മാറിയ പാഠപുസ്തകത്തിൽ ഈ നോവലിന്റെ ഒരു അധ്യായം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ജൈവ കൃഷിയുടെ പ്രസക്തിയെ പറ്റിയും കുട്ടികൾക്ക് അവബോധം നൽകുന്നതിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദവും സുധീര പങ്കുവെക്കുന്നു. ഈ പുസ്തകം ആരോ വായിച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആർക്കോ വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തു കൊടുത്തിരുന്നു. കാരണം അവരെന്നോട് ഭൂമിയെ പറ്റി എന്തെങ്കിലും ജൈവ കൃഷിയെ പറ്റി നിങ്ങൾ ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി തരുമോ എന്ന് വെച്ചിട്ട് ഒരു ചാപ്റ്റർ ഞാനത് ഇംഗ്ലീഷിലാക്കി കൊടുത്തിരുന്നു. അത് ആരോ വായിച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എനിക്ക് ഫോൺ വന്നിരുന്നു. അപ്പം മാഡം, നിങ്ങളുടെ ആ ഇംഗ്ലീഷിലുള്ള കഥ ഒന്ന് ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾക്ക് ഇത് ടെക്സ്റ്റ് ബുക്കിൽ എടുക്കാനാണ്. അപ്പോൾ ഈ അധ്യയന വർഷത്തിൽ കുറേ പാഠങ്ങൾ മാറ്റുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി ഇപ്പോഴുള്ള ഈ അധ്യയന വർഷത്തിൽ. അപ്പോൾ ഈ അധ്യയന വർഷത്തിൻ്റെ സെക്കൻഡ് ടേമിലേക്ക് അത് 4ാം ക്ലാസ്സുകാർക്ക് സീഡ് ആൻഡ് സോയിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ബുക്കിൻ്റെ 1ാമത്തെ ചാപ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതേപോലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഇതേ വർഷം തന്നെ എൻ്റെ ബംഗാളി മാമൻ എന്ന് പറഞ്ഞിട്ടൊരു കഥയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് കഥകൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കായി ഞാൻ പോലും അറിയാണ്ട് എന്നോട് ഞാൻ എടുക്കട്ടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പലരും കുറേ പേര് നോക്കിയിട്ടാണ് അത്ര അവർ കുറേ പേര് ജഡ്ജ് ചെയ്തിട്ടാണ് ഈ കഥ എടുക്കുള്ളൂ.
അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കഥ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. കാരണം ഈ ജൈവ കൃഷീൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷിയുടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിയെയും കൃഷിയിടങ്ങളെയും പറ്റിയിട്ടൊക്കെ കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കാനും കൂടെ ഇത് സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയൊരു ചാരിതാർത്ഥ്യജനകമായിട്ട് തോന്നുന്നു. നിരവധി അംഗീകാരങ്ങളും ബഹുമതികളും KP സുധീരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അംഗീകാരങ്ങൾക്കപ്പുറം വായനക്കാർ നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് തനിക്ക് പ്രചോദനമായി മാറിയതെന്ന് സുധീര വ്യക്തമാക്കുന്നു. അപ്പോൾ പുരസ്കാരങ്ങളിലൊന്നും അഭിരമിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ 1000 കയ്പുകൾക്കിടയിൽ കിട്ടുന്ന ഇത്തിരി മധുരമായിട്ടാണ് ഇപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും കൈപ്പുറ്റതാണ്. നമ്മൾ എഴുത്തിൻ്റെ നരകത്തിലാണ് ശരിക്കും. ഞാനിപ്പം 3 പുസ്തകങ്ങളെ പണിയാണ്. ഞാൻ അസർബൈജാനിലായിരുന്നു 4 മാസം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ രാവും പകലും ഇല്ലാണ്ട് 3 പുസ്തകങ്ങൾ എഴുതി. പക്ഷെ അത് ഇവിടെ വന്നിട്ടാണ് എഡിറ്റ് ചെയ്തത്, അതിൻ്റെ ഇതൊക്കെ നടത്തിയത്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ ആനന്ദിപ്പിക്കുക, ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ എനിക്കൊരു 50ൻ്റെ മേലെയൊക്കെ പുരസ്കാരങ്ങൾ ദേശത്തു നിന്നും വിദേശത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നെല്ലാവരും പറയുന്ന പോലെ ഞാനും പറയുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കേരള സർക്കാരിൻ്റെ വക 2 പുരസ്കാരം കിട്ടിയിരുന്നു. ഒന്ന് വനിതാരത്നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുരസ്കാരം. അത് 3 ലക്ഷത്തിൻ്റെ ഒരു പുരസ്കാരമായിരുന്നു കേട്ടോ. വലിയൊരു പുരസ്കാരമാണ്. അതിപ്പോൾ നിർത്തിക്കളഞ്ഞ്. അത് എനിക്ക് തോന്നുന്നു KR മീരക്കും എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് പിന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തന്നത്. പിന്നെന്താണ് പ്രധാനപ്പെട്ടത്, ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരിൽ തകഴി, SK പൊറ്റേക്കാട്, അങ്ങനെയുള്ള വലിയ വലിയ എഴുത്തുകാരുടെ പേരിലൊക്കെ ഉള്ള പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ദൈവാനുഗ്രഹം എന്ന് പറയാം. പിന്നെ വേറൊന്ന് ബീഹാറിൽ നിന്ന് വിക്രംശില യൂണിവേഴ്സിറ്റി എനിക്ക് പിന്നെ ഒരു ഓണററി ഡോക്ടറേറ്റ് തന്നത് പിന്നെ വിദ്യാവാചസ്പതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ KP സുധീര വിദ്യാവാചസ്പതി എന്നാണ് ഇനി നിങ്ങളുടെ പേര് എല്ലാ സ്ഥലത്തും എഴുതേണ്ടത് എന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചെറിയ പിന്നെ വിദേശത്ത് നിന്ന് കുറേ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. വിദേശത്ത് കുറേ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ അധികം അവിടെ നിന്നാണ് കിട്ടിയത്. അങ്ങനെ പല രാജ്യങ്ങളിൽ പോകാനും 46 വിദേശ രാജ്യങ്ങൾ എഴുത്തിൻ്റെ പേരിൽ സന്ദർശിക്കാനും എനിക്ക് സാധിച്ചു. അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ പിന്നെ ഏറ്റവും വലിയ പുരസ്കാരത്തേക്കാൾ വലിയ പുരസ്കാരം എനിക്ക് വായനക്കാർ തരുന്ന പ്രോത്സാഹനമാണ്. അവർ നമ്മുടെ ഏത് പുസ്തകം നമ്മൾ ഇറങ്ങിയാൽ ഏത് ബുക്ക് വായിച്ചാലും നമ്മൾ വിളിക്കുകയും സന്തോഷം അറിയിക്കുകയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അതാണല്ലോ ഏറ്റവും വലിയ പുരസ്കാരം. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര്. അതിലൊക്കെ എൻ്റെ ഗൗരവപ്പെട്ട ഒന്നും ഞാൻ എഴുതാറില്ല കേട്ടോ. 4 വരി പ്രണയ കവിത എഴുതും. കാരണം ഇന്ന് മനുഷ്യന് നഷ്ടപ്പെടുന്നത് പ്രണയമാണ്. പ്രണയം, ജീവിത പ്രണയം ഇല്ലാണ്ടാവുന്ന ഒരു ചുറ്റുപാടിൽ മനുഷ്യരിൽ പ്രണയം ഊതിക്കയറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലും ഉണ്ട് കേട്ടോ പ്രണയമൊക്കെ. അപ്പം അങ്ങനെ പ്രണയം ശരിക്കും വാർദ്ധക്യത്തെ അറിയുന്നില്ല, മരണത്തെ അറിയുന്നില്ല, അതിന് പ്രായത്തെ അറിയുന്നില്ല. അതൊക്കെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് എൻ്റെ പല നോവലുകളിലും കഥകളിലൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ തരുന്ന, വായനക്കാർ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് ഏറ്റവും വലിയ പാരിതോഷികം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരവധി പ്രതിഭകളെ പറ്റി സുധീര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേസമയം തന്നെക്കുറിച്ചും തന്റെ കൃതികളെക്കുറിച്ചും ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന ഒരു പുസ്തകം തനിക്കുള്ള പാരിതോഷികമായി കാണുകയാണ് KP സുധീര. അമർനാഥ് എന്ന എഴുത്തുകാരനാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. ഒരു പുസ്തകം എന്നെ പറ്റി ഇപ്പോൾ ഒരാൾ പുസ്തകം, ഞാൻ MT പറ്റി ഇപ്പോൾ അടുത്തൊരു പുസ്തകം എഴുതിയിരുന്നു. കുറേ ജീവചരിത്രം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സർ മുഹമ്മദ് ഇക്ബാൽ, അതുപോലെ ഖലീൽ ജിബ്രാൻ, പിന്നെ ഉറുദു പിന്നെ കവിയായിട്ടുള്ള കവിയും ഗായകനുമായിട്ടുള്ള ഗുലാം അലി സാഹിബ്, അവരെ പറ്റിയൊക്കെ ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ജീവചരിത്രം ഡോക്ടർ സുകുമാർ അഴീക്കോട്, അവരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ MT പറ്റി ഞാനിപ്പോൾ അടുത്താണ് MT ഏകാഗിതയുടെ വിസ്മയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എന്നെ പറ്റിയിട്ട് ഒരാൾ, അമർനാഥ് എന്ന് പറഞ്ഞ ഒരാൾ പുസ്തകം എഴുതുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം KP സുധീര ഹാർട്സ് ഇംപ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ അദ്ദേഹം അതിന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. 5, 6, 7 പുസ്തകം ഇറക്കിയ ആളാണ്. പക്ഷെ എന്നോട് ചോദിച്ചു, മേഡം ഞാനൊന്ന് എഴുതട്ടെ നിങ്ങളെപ്പറ്റി. അങ്ങനെ അത്ര എന്നെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധനയും സ്നേഹവും ഒക്കെ കൊണ്ട്
പിന്നെ എന്നെക്കാളും പ്രായമുള്ള ആളാണ് കുറച്ച്. അപ്പോൾ അദ്ദേഹത്തിന് എഴുതണം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം കുറേ ഇൻ്റർവ്യൂ നടത്തി, ഞങ്ങൾ കുറേ സംസാരിച്ചു. പിന്നെ അതുകൂടാതെ അദ്ദേഹം നെറ്റിൽ നിന്നും അതുപോലെ ഓൺലൈനിലൊക്കെ പലതിൽ നിന്നും, ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളതും ഇൻ്റർവ്യൂസും ഒക്കെ വായിച്ചിട്ട് അങ്ങനെ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയൊരു പുസ്തകമാണ് എന്നെ പറ്റിയിട്ട് വരുന്നത്. അതിപ്പോൾ സെപ്റ്റംബറിൽ റിലീസാവും. അത് ശരിക്കൊരു പാരിതോഷികമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് ഒരു ആരാധകൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ, ഒരു എഴുത്തുകാരന് മറ്റൊരു എഴുത്തുകാരിയോടുള്ള ആദരവും സ്നേഹവുമായിട്ടാണ് ഞാൻ കാണുന്നത്. പിതാവ് എഴുത്തുകാരനായതുകൊണ്ട് തന്നെ നിരവധി സാഹിത്യകാരന്മാർ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. ഇവരുടെയും മാതാപിതാക്കളുടെയും പ്രോത്സാഹനം തന്റെ എഴുത്തു ജീവിതത്തിന് പ്രോത്സാഹനമായിട്ടുണ്ടെന്ന് സുധീര പറയുന്നു. അതേസമയം ബാങ്കിലെ അക്കങ്ങളുടെ ലോകത്തുള്ള ജീവിതവും അക്ഷരങ്ങളുടെ ലോകത്തുള്ള എഴുത്തു ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നതായി സുധീര ഓർക്കുന്നു. എൻ്റെ അച്ഛൻ എഴുത്തുകാരനായിരുന്നു. അത് KC പത്മനാഭൻ എന്നാണ്. അന്ന് കോഴിക്കോട് അദ്ദേഹം റാണി ബുക്ക് സ്റ്റാൾ എന്നിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അച്ഛന് പിന്നൊരു പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ റാണി ബുക്ക് സ്റ്റാളിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ എഴുത്തുകാരും, നമ്മുടെ നാട്ടിൽ ഈ കോഴിക്കോടുള്ള എഴുത്തുകാരൊക്കെ വരുമായിരുന്നു. സുകുമാർ അഴീക്കോട്, SK പൊറ്റേക്കാട് നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെ കുറേ എഴുത്തുകാർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വായിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കും, എഴുതാനൊക്കെ അമ്മ എപ്പോഴും പറയും, കുട്ടി നിൻ്റെ സാഹിത്യം നല്ലതാണ്, നീ എഴുതൂ എന്നൊക്കെ പറയും. അല്ലാതെ നമ്മൾ പിന്നെ അങ്ങനെ ശരിക്കും ഒരു എഴുത്തുകാരിക്ക് ഏറ്റവും അധികം അവർ നേരിടുന്ന പ്രശ്നം പലതരത്തിലുള്ള സെൻസർഷിപ്പുകൾ നേരിടുന്നുണ്ട് എഴുത്തുകാരികൾ. അത് ആദ്യം വീട്ടിൽ നിന്നാണ് തുടങ്ങുക. അച്ഛൻ, പിന്നെ ഭർത്താവ്, കുട്ടികൾ, പിന്നെ സമൂഹം, രാജ്യം, ഇതൊക്കെ ഇവരിൽ നിന്നൊക്കെ പലതരം സെൻസർഷിപ്പുകൾ നേരിട്ട് കൊണ്ടാണ് എഴുത്തുകാരികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അത് കൂടാതെ ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. ബാങ്ക് ഓഫീസറായിട്ടും ബാങ്ക് മാനേജറായിട്ടും ജോലി ചെയ്ത ആളാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ എഴുത്തുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ ജീവിക്കുന്നത് അക്ഷരങ്ങളുടെ ലോകത്താണെങ്കിലും എന്നെ തള്ളിയിട്ടത്, പിന്നെ എന്നെ കാലം തള്ളിയിട്ടത് അക്കങ്ങളുടെ ലോകത്തേക്കാണ്. പക്ഷേ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുകയും ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുകയും അത് ആസ്വദിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്നുള്ളതെല്ലാം ബാങ്ക് തന്നതാണ്. അപ്പോൾ ബാങ്കിനുള്ളതൊക്കെ ഞങ്ങളും കൊടുത്താണെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള, കാരണം ഗ്രാമീൺ ബാങ്കിലായിരുന്നു, ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരുപാട് സെൻസർഷിപ്പുകൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഉന്നതത്തിൽ നിന്നുള്ള ആളുകളുടെ സപ്പോർട്ട്, ചെയർമാൻ, ജനറൽ മാനേജർ തുടങ്ങിയവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ, നമ്മുടെ എന്താ പറയുക, നമ്മൾ തൊട്ടുമുകളിലുള്ള ആളുകളൊക്കെ നമ്മളെ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രസംഗത്തിനൊക്കെ പോകാൻ കഴിയാണ്ട് 5:30-ആയാലും 6-നായാലും ഇറങ്ങാൻ പറ്റാതെ ബാങ്കിൻ്റെ താക്കോല് കയ്യിലുണ്ടാവും. പക്ഷേ അതുകൊണ്ട് മുഴുവൻ പണി കഴിയാണ്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാട്ടോ ഞാനൊക്കെ എഴുതിപ്പോയിട്ടുള്ളത്. കാരണം ബാങ്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അത്ര ജോലി ചെയ്തിട്ട് ദൂരമുള്ള ബാങ്കിൽ, ഗ്രാമീൺ ബാങ്ക് തന്നെ ദൂരെ ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് അടുത്തൊന്നും ബ്രാഞ്ചില്ലല്ലോ. സിറ്റി ബ്രാഞ്ച് ഉണ്ട്, അവിടെ ഒന്നും എല്ലാവർക്കും കിട്ടൂല. അങ്ങനെ ഞാൻ കുറേ ദൂരമുള്ള ബ്രാഞ്ചുകളിൽ 34 കൊല്ലം ജോലി ചെയ്ത ആളാട്ടോ ബാങ്കിൽ. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിച്ചിട്ടുണ്ട്. എഴുത്തുകാരി ആയതിനു ശേഷം ഞാൻ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തൃണവൽക്കരിച്ചിട്ട് ഞാൻ എൻ്റെ എഴുത്തിനെ കൈവിടില്ല പറഞ്ഞിട്ട് മുന്നോട്ട് പോയ ആളാണ്. വീട്ടിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കുട്ടികളെ നോക്കണം. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് എല്ലാവരോടുള്ള കടമ ചെയ്ത് ബാങ്കിലെ ജോലി മുഴുവൻ ചെയ്ത് നമ്മളെ ഊർജ്ജം മുഴുവൻ അവിടെ ഊറ്റി കൊടുത്തിട്ടാണ് ബസ് യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പം നമ്മൾ പ്രസംഗിക്കാൻ പോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ചെറുതാവുന്ന സമയത്ത് അവരെ പഠിപ്പിക്കണം, അവരുടെ എല്ലാ കാര്യവും ചെയ്ത് അവരെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ എഴുതുക. അപ്പോൾ അങ്ങനെ 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് എഴുതിയ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ 86 പുസ്തകങ്ങളായി. ഇപ്പോൾ 89 90 ബുക്കുകൾ ഇപ്പോൾ ആവും. ഇപ്പോൾ ഏകദേശം 90 ബുക്കിൻ്റെ പണി കഴിഞ്ഞു. വാക്കും വരികളുടെയും ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.